അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMSൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാൽ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. അച്ഛൻ ഈ അടുത്ത് കേട്ടു, വിഗ്രഹ ആരാധന എന്നാൽ ചില നേരങ്ങളിൽ വിശുദ്ധരോടുള്ള പ്രാർത്ഥന പോലും വിഗ്രഹാരാധനയായിട്ട് മാറുന്നത്. എങ്ങനെയാണെന്നറിയാമോ? ശ്രദ്ധിക്കണം കേട്ടോ. കത്തോലിക്കൻ വിശുദ്ധർക്കും വല്ലാത്ത വില കൊടുക്കുന്നവരാണ് നമ്മൾ. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന തിരുസഭ അങ്ങേറ്റം ആദരിക്കുക, അംഗീകരിക്കുക. അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് നല്ല ബോധ്യവും തിരുസഭയ്ക്കുണ്ട്. പക്ഷേ ചില നേരങ്ങളിൽ പരിശുദ്ധ കുർബാന ഈശോയ്ക്ക് നമ്മൾ അർപ്പിക്കുന്ന പരമമായ ബലി, ഈശോ നമുക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലിയുക. ആ ബലിയുടെ വലിയ യോഗ്യതയേക്കാൾ അധികം ഒരു നൊവേന പ്രാർത്ഥനയ്ക്ക് നീ വില കൊടുത്താൽ അതെന്തായിട്ട് മാറും? വിഗ്രഹാരാധനയായിട്ട്. അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടോ? മനസ്സിലായോ? നമ്മൾ പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് പല ദിക്കുകളിലൂടെയൊക്കെ ഓടി നടന്നു. അന്തോനീസ് പുണ്യാളച്ചൻ്റെ നൊവേന നടക്കുന്നു എന്ന് പറയുമ്പോൾ കുർബാനയ്ക്ക് ചായ കുടിക്കാനൊക്കെ പോയവരെല്ലാം കൂടെ ഈശോയെ സൃഷ്ടിച്ചത് അന്തോനീസ് പുണ്യാളച്ചൻ. കാരണം എന്താ? കുറേ പേരുടെ അച്ഛൻ ഒരിക്കൽ ഒരു എൻജിനീയറിനോട് അവൻ്റെ വാക്കും ഇതൊക്കെ കേട്ടപ്പം എനിക്കൊരു സംശയം, പിന്നെ വിശ്വാസം തന്നെ ഉണ്ടോയെന്ന്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിനക്ക് ശരിക്കും വിശ്വാസം ഉണ്ടോടാ? അപ്പോൾ അവൻ പറയാണ്, അച്ഛാ ഞാൻ അന്തോനീസിൻ്റെ വലിയ ആരാധിക്കുന്നവൻ. അന്തോനീസ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്തോനീസ് പുണ്യാളച്ചനെ നമുക്ക് തീർച്ചയായിട്ടും ആദരിക്കാം, വണങ്ങാം. പക്ഷേ അന്തോനീസിനെ ഒത്തിരി സ്നേഹിച്ചതുകൊണ്ട് ഉണ്ണിമിശിക അന്തോനീസിൻ്റെ കരങ്ങളിൽ ദർശനത്തിൽ വന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഉണ്ണീശോയുടെ കർത്താവായിട്ട് അന്തോനീസ് മാറണില്ല. ഓർത്തേക്കണേ, നന്മയിലൂടെ പോലും ചിലപ്പോൾ തിന്മ ഉണ്ടാവാം. ഈശോയ്ക്ക് കൊടുക്കേണ്ട മഹത്വം പൂർണ്ണമായിട്ട് ആർക്ക് കൊടുക്കണം? നൊവേന ചെല്ലണ്ടെന്നല്ല അച്ഛൻ പറഞ്ഞത്. നൊവേന ചെല്ലാം, പക്ഷേ പരമമായ വില ആർക്ക് തന്നെ ആവണം? ഈശോക്ക് തന്നെ ആവണം. നൊവേന ചെല്ലുമ്പോഴും ഓർമ്മിക്കണം, ആരിലൂടെ അനുഗ്രഹം കിട്ടിയത്? ഈശോയിലൂടെ മാത്രം. അന്ന് പത്രോസ് പറഞ്ഞില്ലേ, അന്നല്ലേ അവരിലൂടെ അല്ലേ ഈശോയിലേക്കുള്ള വഴികൾ നമുക്ക് കൃത്യമായിട്ട് തുറന്നു കിട്ടുന്നത്. ആദ്യ പിതാക്കന്മാർ. ആ പത്രോസ് എന്താ പറഞ്ഞേ? പത്രോസ് പറഞ്ഞതിന് ശേഷമുള്ള പിന്നീടുള്ള വിശുദ്ധരൊക്കെ. അതുകൊണ്ട് തന്നെ പത്രോസ് പറഞ്ഞതിൻ്റെ ആ ബാക്കി പത്രം മാത്രമേ അവർക്ക് എല്ലാവർക്കും പറയാനുള്ളൂ. വെള്ളിയോ സ്വർണമോ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം. ആ നാമത്തിൽ മാത്രം എല്ലാ വിശുദ്ധരും ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. ഒരു ചെറു കാര്യം, ഒരു ചെറു ചിന്ത കൂടി പങ്കുവെച്ച് ഈ ആത്മീയ ശുശ്രൂഷ അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ആ ചിന്തയിൽ അല്പം ഗൗരവമുള്ള പ്രാധാന്യമുള്ള ഒരു കാര്യമുണ്ട്. അച്ഛൻ ഈ സമയം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്. എന്തിനെക്കുറിച്ചാണ്? സ്വർഗത്തെ ഒന്ന് ധ്യാനിക്കുകയാണ് നമ്മൾ. കൊറിന്തോസ് ലേഖനം 2-ാം ലേഖനം 5-ാം അധ്യായം അപ്പസ്തോലന്മാർ പ്രത്യാശ വെച്ച ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വചനം ഈ സമയം ഒരിക്കൽ കൂടി നിങ്ങൾ ഹൃദയത്തെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരിക്കൽ കൂടി ധ്യാനപൂർവ്വം മനസ്സിലൊന്ന് കോറിയിടണേ. ഈ വചനം ഒരിക്കൽ കൂടി അച്ഛൻ പറയുകയാണ്. ഞങ്ങൾ വസിക്കുന്ന,
ഒരിക്കൽ കൂടി നിങ്ങൾക്കും വേണമെങ്കിൽ പറയാം. ഞങ്ങൾ വസിക്കുന്ന, ശ്രദ്ധയോടെ ഉള്ളിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ഏറ്റു പറയാൻ ശ്രദ്ധിക്കണം. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ അർത്ഥം ഈ നിമിഷങ്ങളിൽ ആ വാച്യാർത്ഥം തന്നെ ഒന്ന് ആദ്യം ഒന്ന് ഓർമ്മിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ വീടും നമ്മളുടെ ഈ ഭൂമിയിലെ നമ്മളുടെ ആരോഗ്യവും സമ്പത്തും കഴിവുകളും സിദ്ധികളും നമുക്ക് നമ്മുടെ ഒരു കുടുംബത്തിലുള്ള വിലയും സ്ഥാനവും ഒക്കെ, അതാണ് ഭൗമിക ഭവനം. നശിച്ചു പോകും തീർച്ചയായും. നമ്മൾ ഇന്ന് ഇരിക്കുന്ന കസേരയിൽ സ്ഥിരമായിട്ടിരിക്കുകയില്ല. ഇന്ന് ഞാനിരിക്കുന്ന ഉദ്യോഗത്തിൽ ഞാൻ സ്ഥിരമായിട്ടില്ല. ഇന്ന് ഞാൻ ഇരിക്കുന്ന കാറ് സ്ഥിരമായിട്ട് എൻ്റെ കൂടെ ഇല്ല. ഇന്ന് എൻ്റെ കൂടെയുള്ള എൻ്റെ ശരീരം പോലും എൻ്റെ കൂടെ ഇല്ല. ആ ശരീരവും നശിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മരിച്ച് 3 ദിനം കഴിയുമ്പം എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ന് തുത്ത് വൃത്തിയാക്കി വെടിപ്പാക്കി നടക്കുന്ന ശരീരം, അത് തമ്പുരാനോടൊപ്പം അല്ല എങ്കിൽ അതിൻ്റെ വില വളരെ കുറവാണ്. കർത്താവിനോടൊപ്പം ആയിരിക്കുന്നവർക്ക് ശരീരത്തിന് വിലയുണ്ട്. ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ശരീരം ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് വീണ്ടും വളരുമെന്നുള്ള പ്രത്യാശ ക്രിസ്ത്യാനി വിശ്വാസം കൊണ്ടും വചനത്തിൻ്റെ ശക്തിയിലും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർ പ്രത്യാശ വെച്ച വചനം ശ്രദ്ധിക്കുക. ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും, ഇനി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ, കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും. നമ്മുടെ വീട് എങ്ങനെ ഉണ്ടാക്കിയതാ? കരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാ. പക്ഷെ സ്വർഗത്തിലെ വീട് നമ്മളാരും കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതല്ല. ദൈവം നിത്യതയിൽ അവിടുത്തെ വിശുദ്ധ പദ്ധതിയിൽ എനിക്ക് വേണ്ടി രൂപപ്പെടുത്തിയതാ. ഈശോയുടെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർ ഈശോയുടെ വേർപാടിൻ്റെ നേരങ്ങളിൽ, ഈശോ അവരുടെ കൂടെ 3 വർഷം നടന്ന സമയമായിരിക്കണം അവരുടെ ഭൂമിയിലെ ഏറ്റവും ആനന്ദകരമായ സമയം കേട്ടോ. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം തന്നെ അത്. ഈശോ കൂടെ നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമുള്ള സമയം. ഈശോയെ കൂടെ നിർത്തിയ സമയം, വരപ്രസാദത്തിൻ്റെ കൃപ കിട്ടിയ ദിനങ്ങളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹമുള്ള സമയം. ലോകത്തിൻ്റെ ദുരാശകൾ കൊണ്ട് നിറഞ്ഞ്, ജഡികാസക്തി കൊണ്ടൊക്കെ നിറഞ്ഞ് ബന്ധങ്ങളിലും കുരുക്കുകളിലൊക്കെ പോയ സമയം പിന്നീട് മനുഷ്യർ പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ ജീവിതത്തിൽ നരകം സൃഷ്ടിച്ചതാ. നരകം സൃഷ്ടിച്ചത് ആ ദിനങ്ങളാണ്, ആ ബന്ധമാണ്. വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വരപ്രസാദത്തിൻ്റെ കൃപയിൽ ജീവിച്ച ആ കുഞ്ഞുനാളിൻ്റെ നന്മ, ആ വരപ്രസാദത്തിൻ്റെ കൃപയോടുകൂടി ഒരു ധ്യാനമൊക്കെ കൂടി നന്ന തീരുമാനമൊക്കെ എടുത്ത് ദേവാലയത്തിലൊക്കെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളാണ് ഏറ്റവും അനുഗ്രഹം. തിരിച്ചറിയുക. ഈ കഴിഞ്ഞ ദിവസം 2 ധ്യാനങ്ങളൊക്കെ ഒന്നിച്ചുകൂടി ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്ക് പരിചയവും ബന്ധമുള്ള ഒരു മകൾ എന്നോട് പറഞ്ഞു, വെച്ചാൽ നീണ്ട വർഷത്തിൻ്റെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ക്രിസ്മസിന് വേണ്ടി ഞാൻ ഒരുങ്ങുക. എങ്ങനെയോ ക്രമപ്പെട്ട 2 ധ്യാനങ്ങളൊക്കെ ഒന്നിച്ചുകൂടിയപ്പം മനസ്സ് നിറഞ്ഞ സന്തോഷം കൊണ്ട് അവൾ പറഞ്ഞതാണ്. സത്യത്തിൽ ലോകം മുഴുവൻ ഓടി നടക്കുന്ന, ഒത്തിരി ജോലിയൊക്കെ ചെയ്ത് ഒത്തിരി പണമൊക്കെ ഉണ്ടാക്കിയൊരു മകള് ഇന്നത് പറയുമ്പോൾ അവർ അഭിമാനം തോന്നി. ദൈവമേ, മനുഷ്യന് സത്യത്തിൽ ലോകത്തിൻ്റെ പല കാര്യങ്ങളിലും വലുതൊന്നും നല്ലതൊന്നും ഒക്കെ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് സന്തോഷം തരുന്നില്ല. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ മാത്രം നിറഞ്ഞ സന്തോഷം തരുന്നത്. അതുകൊണ്ട് തന്നെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, കരങ്ങളാൽ നിർമ്മിതമല്ലാത്തൊരു വീട് എനിക്കുണ്ടെന്നുള്ളത് അപ്പസ്തോലന്മാർക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ശക്തി കൊടുത്തു. അപ്പസ്തോലന്മാർ 12 പേരൊന്ന് ഓർത്തു നോക്കിക്കേ. അവരിൽ 12-ൽ 11 പേരും കർത്താവിന് വേണ്ടി സന്തോഷത്തോടുകൂടി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങിയവരാ. അവരാ സമയത്ത് തിരിച്ചോടാതിരുന്നത് ക്രിസ്തീയ ജീവിതക്രമത്തിലെ രക്തസാക്ഷിത്വം എന്ന കൃപയെ നമ്മൾ ധ്യാനിക്കുമ്പം നമ്മൾ അറിയുന്നുണ്ട്. വിശ്വാസി രക്തസാക്ഷി ഈശോയുടെ നാമത്തിൽ സ്വീകരിക്കുമ്പം അവരാരും പുറകിൽ നിന്ന് കുത്തുകൊണ്ടിട്ടല്ല പലപ്പോഴും മരിച്ചിട്ടുള്ളത്. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ തമ്പുരാൻ്റെ നാമത്തെ പ്രതി നിന്ന് വില കൊടുത്ത് ജീവൻ തമ്പുരാൻ സമർപ്പിച്ചവരാ. കാരണം എന്താ? അവർക്ക് മറ്റൊരിടത്തിൽ അവർക്ക് എപ്പോഴും ദൃഷ്ടികൾ ഉയർന്നിരുന്നു. ആദ്യത്തെ രക്തസാക്ഷ്യത്തെ പോലും ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് വല്ലാതെ വിലമതിക്കുന്ന രക്തസാക്ഷിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്, അല്ലേ? അറിയത്തില്ലേ സെബസ്ത്യാനോസ്? ഈ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ആ ഒരു രൂപം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കരം ഇങ്ങനെ തലയ്ക്ക് കെട്ടിയിട്ട് മറ്റൊരു കരം വീണ്ടും ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കെട്ടി. സെബസ്ത്യാനോസിൻ്റെ
നിങ്ങൾ വേറൊരു പേരിലൂടെ പറഞ്ഞല്ലോ, എന്താണ്? സ്റ്റെഫാനോസ് സ്റ്റീഫൻ അല്ലേ? സെബസ്ത്യാനോസ് തന്നെയല്ലേ പറയുന്നേ? ഓക്കെ. എന്താണ് നിങ്ങൾ വേറെ എന്തെങ്കിലും ഭാഗം പറയുക? ഈ സെബസ്ത്യാനോസിൻ്റെ രൂപം ഇങ്ങനെ കാണുമ്പം പോലും ആ വിശുദ്ധ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീയും എത്ര അമ്പ് വേണമെങ്കിലും എൻ്റെ ചങ്കിലോട്ട് ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് എയ്യാം. തമ്പുരാൻ്റെ മുമ്പിൽ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു നിൽപ്പ് പോലെ നമുക്കൊക്കെ മുമ്പിൽ വല്ലാത്തൊരു ശക്തി തരാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ഒരു നിൽപ്പാ. എത്ര അമ്പ് വേണമല്ലോ ഇതോ. ഒരു കൈ ഇങ്ങനെ പുറകില്, ഒരു കൈ ശിരസ്സിന് പിന്നില് ഇങ്ങനെ കെട്ടി വച്ചിരിക്കുന്ന ഈ വിശുദ്ധ നമ്മളെ ഓർമ്മിപ്പിക്കുക. എത്ര അമ്പ് വേണം ഈശോയ്ക്ക് വേണ്ടി. ഈശോയ്ക്ക് വേണ്ടി വില കൊടുക്കാൻ തയ്യാറായവർ എവിടേക്ക് നോക്കി? ദൃഷ്ടികൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈ അടുത്ത കാലത്ത് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിലപ്പോഴെങ്കിലും കണ്ടു കാണുമല്ലോ, 21 സഹോദരന്മാരെ ഈശോയിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ കഴുത്തറുക്കുന്ന ആ ഒരു ചിത്രം കണ്ടിട്ടുള്ളവർ ഒക്കെ പറയുന്ന കാര്യമുണ്ട്. അവർ അവസാന സമയത്ത് നോക്കുക, പച്ചയ്ക്ക് കഴുത്തറക്കുമ്പം അനുഭവിക്കാൻ സാധ്യതയുള്ള മാനസിക സംഘർഷം എന്താ? വാവിട്ട് നിലവിളിക്കാനല്ലേ സാധാരണ അത് ചിന്തിക്കാം. ആ സമയത്ത് പറഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങളോട് കരുണ തോന്നണേ, ഞങ്ങളെ ചേർത്ത് പിടിക്കണേ എന്ന് അവരിങ്ങനെ പറയുക. ഈശോയിലുള്ള വിശ്വാസം ചേർത്ത് പിടിക്കുക. അതുകൊണ്ട് അവരെ വിശുദ്ധരായിട്ട് കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ പോലും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ഇവർ കത്തോലിക്ക സഭയിലെ വിശുദ്ധര് കൂടിയാ, വിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശുദ്ധര് കൂടിയാ. കാരണം ഈശോയുടെ നാമത്തെ ആ തക്ക സമയത്ത് അത്രയും വിശ്വാസത്തോടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റുപറഞ്ഞവർ നമുക്ക് പോലും വലിയ ശക്തിയാണ് തരുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സമയം സ്വർഗത്തെക്കുറിച്ചൊരു ധ്യാനം കിട്ടിയാലില്ലേ, കിട്ടുന്ന കൃപ എന്നാൽ എൻ്റെ ഈ ഭൂമിയിലെ എൻ്റെ പീഡകളും എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഞെരുക്കങ്ങളും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിലുണ്ടായ മരണവും എനിക്കുണ്ടായ അപമാനവും എനിക്കുണ്ടായ ദാരിദ്ര്യത്തിനും ഒക്കെ മീതെ എൻ്റെ ആത്മീയതയെ പടുത്തുയർത്താൻ സ്വർഗത്തെക്കുറിച്ചുള്ള ധ്യാനം കിട്ടിയവർക്ക് സാധിക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ കിട്ടാതെ വരുമ്പം നമ്മൾ ആദ്യം തള്ളി പറഞ്ഞ ആരെയാവും? ഈശോയാവും. എൻ്റെ മോൾക്ക് ആ പരീക്ഷയ്ക്ക് റിസൾട്ടിന് നോക്കി നിന്നിട്ട് ഏറ്റവും നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് ഇത് വന്നു, ഇനി നീയും ഞാനും പള്ളിയിൽ പോകുന്നില്ല എന്ന് തീരുമാനം എടുക്കും. കാരണം എന്താ? അവർ ഈശോയെ വാഗ്ദാനം തരുമെന്ന് ഉറപ്പ് തന്ന സ്വർഗത്തെ അല്ല കാണുന്നത്. എന്തിനെ മാത്രമാ? ഈ മണ്ണിൽ കിട്ടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളിൽ മാത്രം കുരുങ്ങിപ്പോയവരാ. ഈശോ ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഒരു മരണം സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നേ. മനുഷ്യനാണോ? മനുഷ്യന് രോഗമുണ്ട്, മരണമുണ്ട്, ദാരിദ്ര്യമുണ്ട്, ക്ലേശമുണ്ട്. പക്ഷെ കർത്താവ് അവിടെയൊക്കെ കൈത്താങ്ങായിട്ട് വരുന്നുണ്ട്. അത് ഓർമ്മിക്കണം നമ്മൾ. തമ്പുരാൻ നമ്മളെ എപ്പോഴും ക്ഷണിക്കുന്ന പ്രിയപ്പെട്ടവർ അതിന് മുകളിലേക്കാണ്. ഈശോയുടെ വേർപാട്, ഈശോയുടെ കുരിശുമരണം 33-ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം കേട്ടോ. ആ 33-ാമത്തെ വയസ്സിലൊരു ചെറുപ്പക്കാരൻ ഈ മണ്ണിൽ തൻ്റെ നിയോഗങ്ങളൊക്കെ പൂർത്തീകരിച്ച് മടങ്ങുന്നു എന്ന് തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരായ അപ്പസ്തോലന്മാരോട് പങ്കുവെക്കുമ്പം അവർ വല്ലാതെ നൊന്ത് നീറി നിൽക്കുക. അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം ഈശോ അവരുടെ കണ്ണിലേക്ക് നോക്കി ആശ്വസിപ്പിച്ചുകൊണ്ട് ബലപ്പെടുത്തി പറയുന്ന വാക്ക്, എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൂടി ഈശോ പറയുന്നത്. ഈശോ എന്താ പറയുന്നത്? ഈശോ അവരോട് പറയാണ്, ഞാൻ പോകുന്നു എന്നതിനെ പ്രതി ആകുലപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ ഞെരുങ്ങുകയോ ഒന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. അതിനുശേഷം പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കണേ. ഈശോ നമുക്ക് തരുന്ന ഉറപ്പാണത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പം ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഒന്ന് പറഞ്ഞ വചനം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. പ്രിയപ്പെട്ടവരെ, മരണം ക്രിസ്ത്യാനിക്ക് ഭയകാരണമായ ഒരു വിഷയം അല്ലാതാകുന്നതിൻ്റെ കാരണം മരണത്തിന് ശേഷം ക്രിസ്ത്യാനിക്ക് കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ കാണാൻ പറ്റുമെന്നുള്ള ഉറപ്പാണ് കേട്ടോ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പം വേദനയും വിഷമം ഉണ്ടാവുമോ? ഉണ്ടാകുമെന്നല്ല, ഒത്തിരി ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം വിശ്വാസി എന്ന നിലയിൽ നമ്മൾ അറിയണം, നമുക്ക് മാനുഷികതയിൽ വിഷമം സങ്കടം ഉണ്ടാകുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടേക്കാണ് പോകുന്നത്? സ്വർഗത്തിൽ. ആരുടെ അടുത്തേക്കാണ്?
ഈശോയുടെ അടുത്തേക്ക്. ആരുടെ അടുത്തേക്കാ? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഈ സമയം ധ്യാനിക്കേണ്ട ഒരു വിഷയം, ഈശോ എന്തുകൊണ്ട് ഏറ്റവും അധികം മുറുകെ പിടിക്കണം, ഈശോ തരുന്ന അനുഗ്രഹങ്ങളല്ല എന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം, യഥാർത്ഥ അനുഗ്രഹം എന്നുള്ളത് അങ്ങനെ വരുമ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താ നിലനിൽക്കാത്ത ഈ ഭൂമിയിലെ എന്തെങ്കിലും സൗഭാഗ്യങ്ങളോ സമ്പത്തോ അല്ലെങ്കിൽ പദവിയോ ആണോ? അതിനൊക്കെ നീളവും കാലവും ഇല്ലേ? ചിന്തിച്ച് നോക്കിക്കേ. ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അത് കഴിഞ്ഞവരും വിഷമിക്കണ്ട. അത് ബൈബിൾ പറയുന്ന മനുഷ്യൻ്റെ ആയുസ്സാ. അതിനപ്പുറമൊക്കെ പോകുന്നുണ്ട് കേട്ടോ, ആരും വിഷമിക്കൊന്നും വേണ്ട. കാരണം മനുഷ്യനെ മരിക്കുമെന്നുള്ള ചിന്ത പോലും ഇല്ലല്ലോ. ഞങ്ങളുടെ ഒരു അച്ഛൻ 100 വയസ്സുണ്ട് കേട്ടോ, 101 വയസ്സായി ഇപ്പം. കഴിഞ്ഞ വർഷം ഞങ്ങൾ 100 ആഘോഷിച്ചു. അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ അച്ഛൻ്റെ കൂടെ രണ്ടുപേരെ ഒരു താമസിക്കുന്നത് ചെറിയ ആശ്രമത്തിൽ. അച്ഛൻ്റെ എഴുത്തുകാരനൊക്കെയാണ്. പെങ്ങളുടെ മകൻ അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ പ്രായം എന്ന് വെച്ചാൽ പെങ്ങളുടെ മകൻ്റെ പ്രായം 76 ആയി. മറ്റേ അച്ഛൻ്റെ പ്രായം 101. അപ്പോൾ ഈ 101 വയസ്സുള്ള അച്ഛന് അങ്കിള് കൂടിയാണല്ലോ, ആ പെങ്ങളുടെ മകനല്ലേ. അപ്പോൾ അങ്കിളിന് ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനെ വിളമ്പി കറിയൊക്കെ ഇട്ട് ആര് കൊടുക്കുക? ഈ 75 വയസ്സുള്ള പെങ്ങളുടെ മകൻ ഇങ്ങനെ കൊടുക്കുമ്പം ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് അല്പ ശ്രദ്ധക്കുറവ് വന്നപ്പം കയ്യിൽ നിന്ന് ഒരു കറി ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചു. അപ്പോൾ ഉടനെ ഈ 101 വയസ്സുകാരൻ അച്ഛൻ ശാന്തമായി 76 വയസ്സുകാരൻ അച്ഛനെ ഇങ്ങനെ നോക്കി ഒരു ചോദ്യമേ, കുഞ്ചാ, നീ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വിളമ്പിത്തരാൻ ആരെങ്കിലുമൊക്കെ എനിക്കിതുപോലെ ഉണ്ടാകുമോടാ? കുഞ്ചൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിയിട്ട് ഈ വല്യച്ഛൻ ചോദിക്കുകയാണ്, കുഞ്ച, നീ പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം. 100 നിൽക്കുമ്പോഴും നമ്മുടെ ചിന്ത നമ്മൾ വീണ്ടും അവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന സ്വർഗത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഇത്രയും കട്ടിയായിട്ട് പറയുന്നതിൻ്റെ കാരണം ഞാനിപ്പോഴും വിചാരിക്കുന്നുണ്ട്, ഞാനിപ്പോഴും ഒരു ചെറുപ്പക്കാരനാണല്ലോ, കുറേ ഉണ്ടാകുന്ന ഞാനും വിചാരിക്കുന്ന മനസ്സിൽ. പക്ഷേ ജീവിതം അതല്ല. എൻ്റെ കഴിഞ്ഞ 8 വർഷത്തോളമുള്ള എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഇടയിൽ ഞാൻ വല്ലാതെ കണ്ണു നനഞ്ഞ ആത്മീയ ശുശ്രൂഷ ചെയ്തത് പലപ്പോഴും എനിക്ക് ഇളയവരായിട്ടുള്ളവരുടെ മതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേർന്നപ്പോഴാണ്. എനിക്ക് ഇളയവരെന്ന് പറഞ്ഞാൽ ഒത്തിരി അനുജന്മാരായിട്ടുള്ള അനേകം കുഞ്ഞുങ്ങളുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പോയി തിരുവചനം പ്രഘോഷിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ആ നേരങ്ങളിൽ ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അവരുടെ കണ്ണുനീര് എങ്ങനെ ഒപ്പിയെടുക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത വിധത്തിൽ ഞാൻ ആശങ്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടതെന്ന് നമ്മളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുക. എൻ്റെ ജീവിതം ഏത് നേരം വേണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ്, 2 ആഴ്ചയല്ല, ഒരു 2-3 മാസം മുമ്പ് അച്ഛനൊരു യാത്രയ്ക്ക് പോകുന്നതിന് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അച്ഛനൊരു കല്യാണത്തിന് പോയതാണ്. ആ സമയത്ത് അച്ഛൻ പണ്ട് ഇരുന്ന പള്ളിയിലാണ്. അപ്പോൾ ആ സമയത്ത് ഈ ധ്യാന ശുശ്രൂഷയിലൊക്കെ ആയതുകൊണ്ട് എവിടെ ചെന്നാലും മനുഷ്യർ അച്ഛാ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഓടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പം ഒരു ചേച്ചി പെട്ടെന്ന് ഓടി വന്നു. എന്നിട്ട് എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മോൾക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. എന്തോ ഒരു വിഷമം പറഞ്ഞു. എന്നിട്ട് എൻ്റെ മോൾക്ക് എന്തോ ഒരു രോഗം, ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു നടന്നു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ അറിഞ്ഞു ഈ സഹോദരി എന്നോട് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ സഹോദരി ക്യാൻസറായിട്ട് 2nd സ്റ്റേജിലാണ് തിരിച്ചറിയുന്നത്, ആശുപത്രിയിലാണെന്ന്. അതിനുശേഷം കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഈ സഹോദരിയുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിയുടെ അടുത്ത് പോയി ഒരു ഒപ്പീസ് ചെല്ലാൻ കൂടേണ്ടി വന്നു അച്ഛന്. 2 മാസം മുമ്പ് മകൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ച അമ്മ ഉള്ളിൽ മരണം വഹിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. എനിക്കോ നിങ്ങൾക്കോ അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മളെല്ലാവരും അതിജീവിക്കേണ്ട വലിയൊരു പരീക്ഷയാണ്, എൻ്റെ മരണം. പക്ഷെ അതിനെ ക്രിസ്ത്യാനി ഭയത്തോടെ അല്ല കാണേണ്ടത്. ക്രിസ്ത്യാനി അതിനെ കാണേണ്ടത് ക്രിസ്തുവിലേക്കുള്ള യാത്രയായിട്ട് മാത്രമാണ്. ക്രിസ്തുവിനെ മടിത്തട്ടിലേക്കുള്ള മടക്കമാണ്. പിതാവിൻ്റെ വസതിയിൽ പിതാവിൻ്റെ അടിത്തട്ടിലേക്കുള്ള മടക്കമാണ് മരണം. ക്രിസ്ത്യാനിക്ക് അത് ഭയമല്ല. അതാ വിശുദ്ധ വചനം നമ്മളെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നത്. ക്രിസ്തു മരണത്തെ ഭയപ്പെട്ടവനല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയും മരണത്തെ പരാജയപ്പെടുത്തി ഉദ്ധിതനായ കർത്താവ്, ജീവിക്കുന്ന തമ്പുരാൻ ക്രിസ്ത്യാനിയെ വിലപ്പെടുത്തുക. മരണത്തിൻ്റെ വിനാഴികയിൽ നിനക്ക് താങ്ങായി നിന്റെ ദൈവമുണ്ട്. നമ്മളെ മരിച്ചതിന് ശേഷം ആദ്യം കാണുന്ന ആരായിരിക്കും നിങ്ങൾ വിചാരിച്ചേക്കുന്നത്?
ആദ്യം കാണുന്നത് കുട്ടിച്ചേത്തന്മാരെല്ലാം കൂടെ ആണോ? അല്ലല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ ആദ്യം നമുക്ക് മുഖദർശനം, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട ആരെ കാണാൻ തന്നെ ആയിരിക്കണം? ഈശോയെ കേട്ടോ. ഈശോ പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയവരെ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ഈശോ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ. ഈ ഭൂമിയിൽ എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയവരെ പിതാവിൻ്റെ മുമ്പിൽ, മാലാഖമാരുടെ മുമ്പിൽ ഞാൻ മഹത്വപ്പെടുത്തും. എൻ്റെ മോള് വന്നിരിക്കുന്നു, പിതാവേ. നമ്മള് കേട്ടോ, അങ്ങനെ കേൾക്കാൻ ഭാഗ്യം ഉണ്ടാകുന്ന വിധത്തിൽ ഈശോയോട് ബന്ധം എവിടെ വെച്ച് വേണം? ഇവിടെ വെച്ച് വേണം. ഇവിടെ വെച്ച്. ഈശോ എനിക്കൊരു അപരിചിതനായിട്ട് മാറാൻ പാടില്ല. ഇവിടെ വെച്ച് ബന്ധമുള്ളവരെ കുറിച്ച് കർത്താവ് സാക്ഷിക്കും. ഈശോ വീണ്ടും അതിനോട് ചേർത്ത് പറയുന്നുണ്ട് ഒരു വചനം കൂടെ. ഈ ഭൂമിയിൽ എൻ്റെ നാമത്തെ അപമാനത്തോടെ കണ്ടവരെ പിതാവിൻ്റെ മുമ്പിലും മാലാഖമാരുടെ മുമ്പിലും ഞാനും പറയും, അറിയല്ലോ ഈശോ, ഞാൻ പള്ളിയിലോ അറിയല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ ഇത് പറഞ്ഞത് ലളിതമായിട്ടാണെങ്കിലും നമുക്ക് അല്പം ഗൗരവത്തോടെ അതിൻ്റെ ഉൾക്കാഴ്ച ഈ സമയം കരങ്ങളൊന്നുകൂടെ ശാന്തമായിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. എന്നിട്ട് ഈശോ എന്ന് അച്ഛനിങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പം പ്രിയപ്പെട്ട ഈശോ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലൊന്ന് പതിയപ്പെടണമെന്ന് നമ്മളൊന്ന് ആഗ്രഹിക്കുക. നമുക്കൊക്കെ മരണം ഒരു പ്രതിസന്ധി തന്നെയാണ് കേട്ടോ. പക്ഷേ തമ്പുരാനിൽ ആശ്രയം വെച്ച് വിശ്വാസി എന്ന നിലയിൽ നീ വളരുമ്പം നമുക്കതിൻ്റെ കൃപ കിട്ടും. പ്രിയപ്പെട്ടവരെ, ഓരോ സമയത്തും തക്ക കൃപ തരുന്നവനാണ് കർത്താവ്. മരണത്തിൻ്റെ വിനാഴികളിൽ ഈശോ എനിക്ക് കൃപ തന്നോളും. ഈ സമയം പറയുമ്പോൾ നമുക്ക് വേണ്ടത്ര കൃപ കാണത്തില്ല. പക്ഷെ മരണം അടുക്കുമ്പം ഈശോ കൃപ തരും. ഈശോയുടെ ബന്ധം ഉണ്ടായാൽ മതി. അച്ഛൻ ഓർമ്മിക്കുന്ന ഒരു സംഭവമുണ്ട്. പൂനെയിലെ പ്രിയപ്പെട്ട മകൾ, 33 വയസ്സുള്ള മകള്, അവൾക്ക് 2 പിഞ്ചു കുട്ടികൾ, എന്ന് വെച്ചാൽ 3, 2.5 വയസ്സോ 2 വയസ്സോ 1 വയസ്സോ 1 വയസ്സോ അങ്ങോട്ടുള്ള കൊച്ചു 2 കുട്ടികൾ ഉള്ള ഒരു അമ്മ. ആ അമ്മ 33 വയസ്സിൽ ക്യാൻസർ വന്ന് ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെ തിരുഹിതം വ്യത്യസ്തമായിരുന്നു അവളെക്കുറിച്ചുള്ളത്. 33 വയസ്സുകാരി ഈശോയുടെ വയസ്സിൽ സ്വർഗത്തിൽ ഈശോയുടെ മടിത്തട്ടിലേക്ക് മടങ്ങി. പക്ഷേ അച്ഛൻ അതിനുശേഷം ഈ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പം എന്നും പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ഈ മകളുടെ അപ്പനും അമ്മയും പള്ളിയിലില്ല. ആ അമ്മ അന്ന് എന്നോട് ചോദിച്ച കുറേയധികം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അമ്മ ഇങ്ങനെ പറയുക, അച്ഛാ, ഇത്രയും നാളും തുടർച്ചയായിട്ട് എല്ലാ ദിനവും പള്ളി വന്നുകൊണ്ടിരുന്നവരാണ് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിവും എന്തെങ്കിലുമൊക്കെ ഇതും ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ ഈശോ വരുത്തുമായിരുന്നോ? അതുകൊണ്ട് ഇല്ലച്ചാ, ഇനി അച്ഛൻ പള്ളിയിലേക്ക് വിളിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇവിടെ ഇരിക്കണമെന്നില്ല, അച്ഛന് പോകാം. കാപ്പിയൊക്കെ തന്നു കേട്ടോ, പക്ഷെ പോകാൻ പറഞ്ഞു. പള്ളിയിലോട്ട് വിളിക്കുകയാണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ കുറച്ച് സമയം കൂടെ അച്ഛൻ നാണം കെട്ടാണെങ്കിലും ഇരുന്നവിടെ. എന്നിട്ട് വീണ്ടും അച്ഛൻ വലിയ ഉപദേശത്തിനൊന്നും നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിൽ, അവളുടെ മാനസികാവസ്ഥയിൽ സങ്കടം കൊണ്ടൊക്കെ പറയുന്നില്ല. ഈശോയ്ക്ക് അത് നന്നായിട്ട് അറിയാം. അത് നമ്മൾ നിങ്ങൾ ഈശോയ്ക്കെതിരെ പറയുന്നു എന്നൊക്കെ ആ സമയത്ത് ചോദിച്ചാൽ ഈശോയ്ക്ക് സങ്കടമാവും. അതുകൊണ്ട് ഞാൻ ശാന്തമായിട്ട് ആ അമ്മച്ചിയുടെ അടുത്തിരുന്നിട്ട് വീണ്ടും പതുക്കെ മിണ്ടാൻ തുടങ്ങി. ഈശോയെക്കുറിച്ച് പതുക്കെ ഈശോയുടെ മരണത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഈശോയുടെ പിതാവിൻ്റെ സങ്കടത്തെക്കുറിച്ച്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം നമ്മളെയൊക്കെ സ്നേഹിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ഈ അമ്മ കരയാൻ തുടങ്ങി. അച്ഛാ, തെറ്റിപ്പോയി അച്ഛാ, വന്നോളാം അച്ഛാ, എൻ്റെ മോള് മാലാഖയായല്ലേ, ഈശോയുടെ അടുത്തുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വാവിട്ട് കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ വിനാഴികയിലും ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. മക്കളുടെ മരണം ചിലപ്പം ആഘാതം ഏൽപ്പിച്ച മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ടാവാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഒരാൾ, എൻ്റെ ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ വേർപിരിഞ്ഞ് പോയതിൻ്റെ ആകുലത കൊണ്ട്, വിഷമം കൊണ്ട്, ഇപ്പം പോലും അതിനോട് മനസ്സുകൊണ്ട് അനുരഞ്ജനപ്പെടാത്ത മക്കൾ ഇവിടെ ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കണം. എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ പ്രായത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അപ്പം മരിച്ചതാണ്. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞപ്പം എൻ്റെ അമ്മയും മരിച്ചു. ഞങ്ങൾ 8 മക്കളാണ്. ഞങ്ങൾ പെട്ടെന്ന് അനാഥത്വം അനുഭവിച്ചു. പക്ഷെ പ്രിയപ്പെട്ടവരെ, തമ്പുരാനിൽ വിശ്വസിച്ചുകൊണ്ട് പറയുക, കർത്താവ് പരിപാലിച്ചു കേട്ടോ, പോറ്റി നടത്തി. തമ്പുരാൻ തന്നെ അപ്പനും അമ്മയായിട്ടൊക്കെ മാറും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സ്വർഗത്തിലെത്തുമ്പോൾ അവർ തമ്പുരാൻ്റെ സന്നിധിയിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും, ഈശോയെ, ഞങ്ങളുടെ മക്കള് അവരെ സംരക്ഷിക്കാൻ കർത്താവ് ദൂതന്മാരെ അയക്കും. പ്രിയപ്പെട്ടവരെ, ദൂതന്മാരെ അയക്കും. ഈ ഒരു ബോധ്യത്തോടെ വേണം നമ്മൾ കർത്താവിൽ ആശ്രയിക്കാൻ.